ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മുകുന്ദമാല 34ാമത്തെ ശ്ലോകം. ചേതശ്ചിന്തയ കീർത്തയസ്വരസനേ നമ്രീഭവത്വം ശിരോ ഹസ്ത്വാഞ്ജലി സംപൂതം രചയതം വന്ദസ്വ ദീർഘം വപൂ ആത്മാൻ സംശ്രയ പുണ്ടരീകനയനം നാഗാചലേന്ദ്രസ്ഥിതം ധന്യം പുണ്യതമം തദേവ പരമം दैवीं ही सत्सिद्धये। कृष्ण निशा माता जी। हरे कृष्ण। चेतश्चिन्तय कीर्तयस्य रसने नम्रीभवत्वं शिरो हस्तावञ्जलिः सम्पुटं रचयतं वन्तस्व दीर्घं वपु आत्मसंश्रय पुण्डरीकनयनं नागाचलेन्द्रस्थितं धन्यं पुण्यतमं तत् एव परमै दैवं हि सत्सिद्धये। हरे कृष्ण। शरण्य माता जी। हरे कृष्ण। चेदचिन्तय कीर्तयस्वरसने नम्रीभवत्वं शिरो हस्तावञ्जलिसम्पुटं रचयदं वन्दस्व दीर्घं वपू आत्मन् संश्रय पुण्डरीकनयनं नागाचलेन्द्रस्थितं धन्यं पुण्यतमं तदेव परमै दैवं हि सत्सिद्धये। हरि बोल। स्मिता माता की वाक्य बैठे നോക്കിയിട്ട് ഓക്കെ പ്രഭു. ചേതശ്ചിന്തയ കീർത്തയസ്വ രസനെ നമ്രീഭവത്വം ശിരോ ഹസ്താവഞ്ജലി സംപുടം രചയതം വന്ദസ്വ ദീർഘം ബഭൂ ആത്മൻ സംശ്രയ പുണ്ടരീകനയനം നാഗാചലേന്ദ്രസ്ഥിതം ധ്യാനം പുണ്യതമം തദേവ പരമം ദൈവം ഹി സത്സിദ്ധയേ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരി ബോൾ. ഓക്കെ. O mind, think of the lotus-eyed Lord who reclines on the mountain like serpent Ananda. O tongue, glorify him. O head, bow down to him. O hands, join your palms in supplication to him. O body, offer outstretched obeisances to him. O heart, take full shelter of him. That Supreme Lord is the topmost deity. It is he alone who is all auspicious and supremely purifying. He alone who awards eternal perfection. Okay. കുലശേഖർ ആൾവാർ തൻ്റെ ശരീരത്തിലെ എല്ലാ പാർട്സിനോടും അംഗത്തിനോടും റിക്വസ്റ്റ് ചെയ്യാണ്, അപേക്ഷിക്കുകയാണ്. ആദ്യം മനസ്സിനോട്, പിന്നെ നാവിനോട്, പിന്നെ തല, പിന്നെ കൈകള്, അല്ലേ,
പിന്നെ ഫുൾ ബോഡി. ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. തിങ്ക് ഓഫ് ദ ലോട്ടസ് ഐ ലോർഡ് ഹു റിക്ലൈൻസ് ഓൺ ദ മൗണ്ടൻ ലൈക്ക് സർപ്പൻ അനന്ത. അനന്തശേഷനിലാണ് ഭഗവാൻ ശയിക്കുന്നത്. ആ രൂപം എപ്പോഴും മനസ്സിൽ ഓർക്കാൻ വേണ്ടി പറയാം. ഓ ടങ്, നാവ്. നമ്മൾക്ക് എന്താണ് രൂപഗോസ്വാമി പറയുന്നത്? രൂപഗോസ്വാമി നാവ് കൊണ്ട് എങ്ങനെ സേവനം ചെയ്യണമെന്ന് പറയുന്നിരിക്കുന്നത്? ഇത് പ്രഭു സേവോന്മുഖ ജിഹ്വാദം, അതാണ് പ്രഭു. ജിഹ്വ ഉപയോഗിച്ചിട്ട് എങ്ങനെ സേവ ചെയ്യണം? ഭഗവാന്റെ നാമം ജപിച്ചിട്ടും ഭഗവാന്റെ പ്രസാദം സേവിച്ചിട്ടും. സോ ടങ് ഗ്ലോറിഫൈ ഹിം. ഓ ഹെഡ്, ബൗ ഡൗൺ ടു ഹിം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഘനമുള്ള പാർട്ടാണ് ഹെഡ്. അത് കുനിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ഞാൻ എന്താണ് അങ്ങനെ ചിന്തിക്കുന്ന ആള്. എനിക്ക് എന്തെല്ലാം ഉണ്ട്, എനിക്ക് എന്തെല്ലാം അറിയാം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെന്താണ്, അവരെ തല കുനിയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ തല ഭഗവാന്റെ മുമ്പില് പ്രണാമം ചെയ്ത് കുനിക്കണം. ബൗ ഡൗൺ ടു ഹിം. ഓ ഹാൻഡ്സ്, ജോയിൻ യുവർ പാംസ് ഇൻ സപ്ലിക്കേഷൻ ടു ഹിം. നമ്മൾ എപ്പോഴും കൈ കൂപ്പിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം. ബോഡി ഓഫർ ഔട്ട്സ്ട്രെച്ച്ഡ് ഒബേസൻസസ് ടു ഹിം. ദണ്ഡവത് പ്രണാം, ഒബേസൻസസ് കംപ്ലീറ്റ്. എല്ലാം ഒബേസൻസസ് പറയുമ്പോൾ നമ്മളെ എല്ലാ അംഗങ്ങളും ഭഗവാന് സമർപ്പിക്കുക, ഇൻക്ലൂഡിങ് ദ മൈൻഡ്. ഓ ഹാർട്ട്, ടേക്ക് ഫുൾ ഷെൽട്ടർ ഓഫ് ഹിം. ഹൃദയത്തിനോട് പറയുന്നത് പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുക. ദാറ്റ് സുപ്രീം ലോർഡ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് ഡെയിറ്റി. ഡെയിറ്റി വിഗ്രഹ രൂപത്തിലാണ് ഭഗവാൻ നമുക്ക്, അർച്ച വിഗ്രഹ രൂപത്തിലാണ് ഭഗവാൻ നമുക്ക് ദർശനം തരുന്നത്. കാരണം ഭഗവാന്റെ സ്വയം രൂപത്തിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അത് സച്ചിദാനന്ദമാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് സച്ചിദാനന്ദമായിട്ടുള്ള ആ രൂപത്തെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ അർച്ച വിഗ്രഹത്തിനെ ഉപാസിക്കുന്നു. ഇറ്റ് ഈസ് ഹി alone who is all auspicious and supremely purifying. He alone who awards eternal perfection. ഭഗവാൻ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ള ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ മാത്രമേ നമുക്ക് മംഗളമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. വേറെ ആർക്കും പറ്റില്ല. ടെമ്പററി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ശാശ്വതമായിട്ട് നമുക്ക് ഒരു ഓസ്പീഷ്യസ്നെസ്, ഒരു മംഗളമായിട്ടൊരു അവസ്ഥ, അതുപോലെ നമുക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ, എറ്റേണൽ പ്രൊട്ടക്ഷൻ, എറ്റേണൽ പെർഫെക്ഷൻ, ഇതെല്ലാം ഭഗവാന് മാത്രമേ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ഹി അലോൺ ഹു ഈസ് ഓൾ ഓസ്പീഷ്യസ് ആൻഡ് സുപ്രീംലി പ്യൂരിഫൈങ്. ഹി അലോൺ ഹു അവാർഡ്സ് എറ്റേണൽ പെർഫെക്ഷൻ. സോ ദിസ് വേഴ്സ് ഈസ് സിമിലർ ടു ടെക്സ്റ്റ് 20. ഇപ്പൊ ടെക്സ്റ്റ് 20ലും ഏകദേശം ഇതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്നു. മനസ്സിനോട് ഇൻസ്ട്രക്ട് ചെയ്യാണ് കുലശേഖരൻ. മനസ്സ് ഭഗവാനിൽ അർപ്പിക്കാനും, തൻ്റെ ശരീരം, തൻ്റെ തല, ബാക്കി എല്ലാ അംഗങ്ങളും ഭഗവാന്റെ സേവനത്തിൽ അർപ്പിക്കാൻ വേണ്ടിയിട്ട്. somewhat similar to text 20, wherein the poet instructs his mind, his tongue, his head, and other parts of his body to serve the Lord with full reverent devotion. ശുദ്ധ ഭക്തിയോട് കൂടിയിട്ട് നമ്മളുടെ എല്ലാ പാർട്സ് ഓഫ് ദ ബോഡിയും ഭഗവാന്റെ സേവനത്തിൽ അർപ്പിക്കാൻ. Here King Kulashekara also offers us some succinct reasons why the Lord is worshipable. അപ്പോൾ ഇവിടെ കുലശേഖര ആൾവാർ ഈ ശ്ലോകത്തിലും പറയുന്നതാണ്, അത് സംക്ഷിപ്തമായിട്ട് എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഭഗവാനെ സേവിക്കേണ്ടത്, എന്താണ് അതിന്റെ കാരണം. He is no mortal being, but rather the inconceivable മഹാവിഷ്ണു. ഇൻകൺസീവബിൾ, നമ്മളുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. Inconceivable Mahavishnu lies on the serpent couch അനന്തശേഷനിൽ ശയിക്കുന്ന ആ മഹാവിഷ്ണു. Lord Shesha is himself the resting place of all the universes. അപ്പോൾ ശേഷൻ ആരാണ്? ബലറാമിന്റെ അല്ലെ എക്സ്പാൻഷൻ ആണ്. അപ്പൊ എല്ലാ യൂണിവേഴ്സസും ആ അനന്തശേഷന്റെ ഹൂട്ട്സിലാണ് എല്ലാം റെസ്റ്റ് ചെയ്യുന്നത്. എല്ലാ യൂണിവേഴ്സസും കടുകുമണി പോലെയുള്ളൂ. ഭഗവാൻ അനന്തശേഷന്റെ ശിരസില് ഈ യൂണിവേഴ്സസ് എല്ലാം ചെറിയ ചെറിയ കടുകുമണി പോലെയുള്ളൂ. ആൻഡ് മഹാവിഷ്ണു ഇത് omnipotent സോഴ്സ് ഓഫ് ഓൾ ക്രിയേഷൻ. ഭഗവാൻ വിഷ്ണു ആണ്
ഇതെല്ലാം സ്രോതസ് ഈശ്വരൻ. അപ്പൊ ആദ്യം കൃഷ്ണനാണ് നമുക്ക് നമ്മളുടെ ഭാഗവത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിലും അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഹൈറാർക്കി. സ്വയം ഭഗവാനാണ്, സ്വയം രൂപ ആരാണ്? ഭഗവാൻ കൃഷ്ണൻ. ഭഗവാന്റെ നിന്ന് ആദ്യത്തെ എക്സ്പാൻഷനാണ് ആര്? ബലരാം. ബലരാമെന്ന് ചതുർവ്യൂഹ വരുന്നു. ഓക്കെ, ക്വാഡ്രൂപ്പൽ. ആ ചതുർരൂപയിലത്തെ അത് ആദി ചതുർരൂപ, ചതുർവ്യൂഹ ഫസ്റ്റ്. അതിലത്തെ സംഘർഷണൻ വാസുദേവ, സംഘർഷൻ, അനിരുദ്ധ ആൻഡ് പ്രദ്യുമ്ന. ഓക്കെ, അതിലത്തെ സംഘർഷൻ മൂലസംഘർഷൻ. ആ സംഘർഷൻ എന്നാണ് പിന്നീട് വരുന്ന നാരായണൻ. അവിടെ നിന്നാണ് നാരായണൻ വരുന്നത്. ആ നാരായണൻ നിന്നാണ് പിന്നെ സെക്കൻഡ് ക്വാഡ്രൂപ്പിൾ, സെക്കൻഡ് ചതുർവ്യൂഹ വരുന്നത്. അതും സെയിം ആണ്, സെയിം പേരിൽ തന്നെ. എന്താണ്? വാസുദേവ, സംഘർഷൻ, അനിരുദ്ധ, പ്രദ്യുമ്ന അല്ലേ? ആ രണ്ടാമത്തെ ചതുർവ്യൂഹത്തിലെ സംഘർഷന് മഹാസംഘർഷൻ വരുന്നു. ആ മഹാസംഘർഷനിൽ നിന്ന് വരുന്നതാണ് ആര്? മഹാവിഷ്ണു. മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിന്റെ സ്കിൻ പോഴ്സ് എന്നാണ് എല്ലാ യൂണിവേഴ്സസും, ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ആൻഡ് ജില്യൺസ് ഓഫ് എത്ര വേണമെങ്കിൽ പറയാം, അത്ര യൂണിവേഴ്സസ് അദ്ദേഹത്തിന്റെ സ്കിൻ പോഴ്സ് നിന്ന് അദ്ദേഹം ശ്വസിക്കുന്ന സമയത്ത് പ്രത്യക്ഷമാകുന്നു. ഓക്കെ, അപ്പൊ ആ ഓരോ യൂണിവേഴ്സിലും ഈ മഹാവിഷ്ണുവിന്റെ എക്സ്പാൻഷൻ ഗർഭോസായ വിഷ്ണു പ്രവേശിക്കുന്നു. അപ്പോൾ ഒരു യൂണിവേഴ്സില് ആരാണ് അധിപൻ? ഗർഭോസായ വിഷ്ണു അല്ലേ? ആ ഗർഭോസായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വളരുന്ന ലോട്ടസിന്റെ മീതെയാണ് ബ്രഹ്മാവ്. ആ ലോട്ടസിന്റെ നാളമാണ് 14 ലോകങ്ങൾ. ലോട്ടസ് ഏറ്റവും ടോപ്പ്, അതാണ് സത്യലോകം. അതാണ് സത്യലോകം. അത് അപ്പർ പ്ലാനറ്ററി സിസ്റ്റം. പിന്നെ നമ്മുടെ ഭൂലോകം മിഡിൽ പ്ലാനറ്ററി, എൻ്റെ താഴെ ലോവർ പ്ലാനറ്ററി സിസ്റ്റം. അപ്പോൾ ഓരോ യൂണിവേഴ്സിലും, ഓരോ ബ്രഹ്മാണ്ടത്തിലും ഒരു ഗർഭോസായ വിഷ്ണു ഉണ്ട്. അപ്പോൾ മഹാവിഷ്ണു ഒന്നേ ഉള്ളൂ. മഹാവിഷ്ണു ഒന്നേ ഉള്ളൂ. ഗർഭോസായ വിഷ്ണു എത്രയുണ്ട്? എത്ര യൂണിവേഴ്സസ് ഉണ്ടോ അത്ര ഗർഭോസായ വിഷ്ണു ഉണ്ട് അല്ലേ? ആ ഒരു യൂണിവേഴ്സിന്റെ കാര്യം എടുക്കുമ്പോൾ ആ ഗർഭോദസായ വിഷ്ണു ആ യൂണിവേഴ്സിന്റെ പകുതി ജലമാണ്. ഓക്കെ, ഫിൽഡ് വിത്ത് ഹിസ് ഓൺ പെർസ്പിറേഷൻ. ഗർഭോദസായ വിഷ്ണുവിന്റെ ശരീരത്ത് വരുന്ന പെർസ്പിറേഷൻ, മലയാളത്തിൽ പറഞ്ഞാൽ വിയർപ്പ്, അതാണ് ആ ബ്രഹ്മാണ്ടത്തിന്റെ പകുതി നിറഞ്ഞിരിക്കുന്നത്. ആ പെർസ്പിറേഷനിലാണ്, അതാണ് ഗർഭോദക കടൽ. ഗർഭോദക കടൽ. ആ ഗർഭോദക കടലിലാണ് ഗർഭോസായ വിഷ്ണു, മഹാവിഷ്ണുവിന്റെ എക്സ്പാൻഷൻ ആയിട്ടുള്ള ഗർഭോസായ വിഷ്ണു ശയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നേവലിൽ ഇപ്പൊ നിങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ കാണാം, അത് ഏത് വിഷ്ണു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് താമര അല്ലേ, താമരയുടെ പ്ലാന്റ് വരുന്നുണ്ട്, അത് ഗർഭോസായ വിഷ്ണുവാണ്. അപ്പോൾ ഏത് വിഷ്ണുവിന്റെ സ്കിൻ പോഴ്സ് നിന്നാണോ ഒരുപാട് മില്യൺസ് ഓഫ് യൂണിവേഴ്സസ് വരുന്നത്, കുമിളകൾ പോലെ, ആ ചിത്രം കണ്ടാൽ അതാരാണ്? മഹാവിഷ്ണു. മഹാവിഷ്ണു. രണ്ടാമത്തത് നാഭിയിൽ നിന്ന് ഇത് വരുന്നത് ഗർഭോദയ. അപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷ്ണു ഏതാണ്? ഗർഭോദയ വിഷ്ണു. ഓക്കെ, ശ്രീരംഗത്തിലുള്ളത് മഹാവിഷ്ണുവാണ്. എങ്ങനെയാ പ്രഭു? മഹാവിഷ്ണുവിനെ എങ്ങനെയാണ്? മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് അത് വരില്ലല്ലോ. ഇവിടെ പ്രത്യേകിച്ച് ഇതുണ്ട്, കാണിക്കുന്നുണ്ട് നാഭിന്ന്. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തില്. അപ്പൊ അത് ഗർഭോസായ വിഷ്ണു. പിന്നെ ആ പ്രപഞ്ച അപ്പൊ നമുക്ക് അറിയാം എന്താണ് 14 ലോകം. അപ്പോൾ ഈ ഗർഭോസായ വിഷ്ണു വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നു ക്ഷീരോസായ വിഷ്ണു ആയിട്ട് അല്ലേ? ആ ക്ഷീരോസായ വിഷ്ണു എല്ലാ ആറ്റമിലും,
പരമാത്മാവിന്റെ രൂപത്തിൽ ജനിച്ചിരിക്കുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ ആ ക്ഷീരോദസായി വിഷ്ണുവിന്റെ ഒരു ലോകമുണ്ട്. ആ ലോകം എവിടെയാണ്? അദ്ദേഹത്തിന് ഒരു ഓഫീസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസ് എവിടെ? എല്ലാവരുടെ ഹൃദയത്തിലെ പരമാത്മാവെ കുറിച്ചല്ലേ? അല്ല, അദ്ദേഹത്തിന് ഒരു ഓഫീസ് ഉണ്ട്, ഒരു റെപ്രസെന്റേറ്റീവ് ഓഫീസ് ഉണ്ട്. കാർണോദകശായി വിഷ്ണു, അല്ല, ക്ഷീരോദസായി വിഷ്ണു. പാൽക്കടൽ, പാലാഴി. പാലാഴി എവിടെ? എല്ലാരും പാലാഴി പറഞ്ഞു. എവിടെ ഈ പാലാഴി? അത് എന്താ പ്രഭു ഇങ്ങനെ പറയില്ലേ, ജംബുദ്വീപോ അങ്ങനെ എന്തോ പറയില്ലേ പ്രഭു, അവിടെയാണോ? ജംബുദ്വീപ് ഒന്നല്ല. ജംബുദ്വീപ് ഒക്കെ മിഡിൽ പ്ലാനറ്ററി സിസ്റ്റത്തിൽ വരുന്നതാണ്. ഓക്കെ. എവിടെ പ്രഭു? അതാണ് ശ്വേതദ്വീപ്, ധ്രുവലോകത്തിന്റെ അടുത്ത്. ശ്വേതദ്വീപ് ധ്രുവലോകത്തിന്റെ അടുത്ത്. ഓക്കെ, അപ്പൊ അവിടെയാണ്. അപ്പൊ അതിനെ പ്രാപഞ്ചിക വൈകുണ്ഠം എന്ന് പറയുന്നു. ഈ പ്രപഞ്ചത്തിനും വൈകുണ്ഠുണ്ട്. അതിനെ പ്രാപഞ്ചിക വൈകുണ്ഠം എന്ന് പറയുന്നു. അപ്പോൾ അപ്പൊ ഈ ക്ഷീരോദസായി വിഷ്ണു ഏത് അവതാരത്തിൽ പെടും? നമ്മൾ കുറെ അവതാരങ്ങൾ, 6 അവതാരങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? യുഗാവതാരം, ഗുണാവതാരം, പുരുഷാവതാരം, മന്വന്തരാവതാരം, ശക്തിയാവേശാവതാരം, ലീലാവതാരം. 6 അവതാരം. ഈ ക്ഷീരോദസായി വിഷ്ണു ഏത് അവതാരത്തിൽ പെടും? ശക്തിയാവേശാവതാരാണോ പ്രഭു? ലീലാവതാരം അല്ല. എല്ലാം പറയുമ്പോ അല്ലല്ല, ഗുണാവതാരം. ഭഗവാന്റെ ഗുണങ്ങളോട് കൂടിയിട്ടല്ലേ? ഓക്കെ, അതും ശരിയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് പുരുഷാവതാരം. ഓക്കെ. 3 പുരുഷാവതാരില്ലേ? മഹാവിഷ്ണു, ഗർഭസായി വിഷ്ണു, ക്ഷീരോദസായി വിഷ്ണു. ഈ ക്ഷീരോദസായി വിഷ്ണു മാതാജി പറഞ്ഞ പോലെ ഗുണാവതാരത്തിനും പെടും. ഈ സെയിം ക്ഷീരോദസായി വിഷ്ണു ആണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര എന്ന് പറഞ്ഞിട്ടുള്ള വിഷ്ണു മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ കാരണസായി വിഷ്ണു അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് മഹാവിഷ്ണു അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഗർഭസായി വിഷ്ണു അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ക്ഷീരോദസായി വിഷ്ണു. അപ്പൊ അദ്ദേഹം പുരുഷാവതാരമാണ്, അതേപോലെ തന്നെ ഗുണാവതാരമാണ്. അപ്പൊ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര എന്ന് പറയുമ്പോൾ ആ വിഷ്ണു ആരാണ്? ക്ഷീരോദസായി വിഷ്ണു. ഓക്കെ, ക്ഷീരോദസായി വിഷ്ണു. അദ്ദേഹത്തിന്റെ അബോർഡ് എവിടെയാണ്? ശ്വേതദ്വീപ്, ധ്രുവലോകത്തിന്റെ അടുത്ത്. അത് എന്താണ്? അതിന് പ്രാപഞ്ചിക വൈകുണ്ഠം. അപ്പോ ജയവിജയൻ, ഈ സനാതന സനത് കുമാരന്മാര് എവിടെ പോയിട്ടാണ് വിഷ്ണുവിനെ കണ്ടത്? ഏത് വിഷ്ണുവിനെ കണ്ടത്? ക്ഷീരോദസായി വിഷ്ണു. ക്ഷീരോദസായി വിഷ്ണു. ഈ പ്രാപഞ്ചിക ലോകത്തിലെ വൈകുണ്ഠം. അതായത് നമ്മളുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലത്തെ ഒരു എംബസി, ഇന്ത്യൻ എംബസി അമേരിക്കയിലുണ്ട്, റെപ്രസെന്റേറ്റീവ് ഓഫീസ്. ഇറ്റ്സ് ആസ് ഗുഡ് ആസ് ഇന്ത്യ. ആ വിത്തിൻ ദാറ്റ് ടെറിട്ടറി, ദാറ്റ് ഇന്ത്യൻ എംബസി നിൽക്കുന്ന പ്രമൈസസ്, ഇന്ത്യൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ നടക്കും അവിടെ. അതിൻ്റെ ഉള്ളില് ഇന്ത്യയിലത്തെ റൂൾ എക്സാക്ട്ലി അവിടെ റിപ്ലിക്ക നടക്കും ആ ഇന്ത്യൻ എംബസി. അത് അമേരിക്കയിലാണെങ്കിൽ അതേപോലെ ഈ പ്രപഞ്ചത്തിലെ വൈകുണ്ഠത്തിലെ അതേ ഒരു ഓഫീസ് ഇവിടെ റെപ്രസെന്റേറ്റീവ് ഓഫീസായിട്ട് ഉണ്ട്. അതിന്റെ അധിപനാണ് ക്ഷീരോദസായി വിഷ്ണു. അപ്പോ ബ്രഹ്മ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ആരുടെ അടുത്താണ് പോകുന്നത്? ക്ഷീരോദസായി വിഷ്ണുവിന്റെ അടുത്ത്. ക്ഷീരോദസായി വിഷ്ണു അല്ലേ? അല്ലാണ്ട് ഗർഭസായി വിഷ്ണു ശരിക്കും ജനിച്ചത് ബ്രഹ്മാവ് എവിടുന്നാണ്? ഗർഭോദകശായി വിഷ്ണുവിന്റെ അല്ലേ? പക്ഷെ പോകുന്ന എവിടെയാണ്? കൺസൾട്ടേഷൻ പോകുന്നത് ക്ഷീരോദസായി വിഷ്ണുവിന്റെ അവിടെ അല്ലേ? അപ്പൊ ഇങ്ങനെ 3 പുരുഷാവതാരങ്ങള്, 3 ഗുണാവതാരങ്ങള്. ആ 3 ഗുണാവതാരങ്ങളാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര. അതിൽ ബ്രഹ്മാവ് ജീവതത്വമാണ്, വിഷ്ണു വിഷ്ണുതത്വമാണ്, പിന്നെ ശിവൻ ശിവതത്വം. ഈ ശിവൻ
ഈ പരമശിവൻ ആരുടെ എക്സ്പാൻഷനാണ്? വിഷ്ണുവിന്റെ എക്സ്പാൻഷനാണ്. ഏത് വിഷ്ണുവിന്റെ? മഹാവിഷ്ണുവിന്റെ എക്സ്പാൻഷൻ. ഈ പ്രപഞ്ചത്തിൽ വരുമ്പോ ആ സദാശിവൻ ശംഭു അല്ലെങ്കിൽ രുദ്രനായിട്ട് എവിടെ വരുന്നു? ബ്രഹ്മാവിന്റെ മകനായിട്ട് ജനിക്കുന്നു. മഹാവിഷ്ണുവിന്റെ ഗ്ലാൻസിനെ, ആ ദൃഷ്ടിയെ, അതായത് മഹാവിഷ്ണു ഈ പ്രപഞ്ചത്തിനെ ഇംപ്രഗ്നേറ്റ് ചെയ്യുമ്പോൾ വിത്ത് ലിവിങ് എനർജീസ്, ജീവാത്മാക്കളായിട്ട് ജീവാത്മാക്കളെ കൊണ്ട് ഇംപ്രഗ്നേറ്റ് ചെയ്യുമ്പോൾ ആ ദൃഷ്ടി, ആ ഗ്ലാൻസിനെ കൊണ്ടുപോകുന്നത് ആരാണ്? ഭഗവാൻ ശിവനാണ്, ശംഭു. അപ്പോ ഭഗവാൻ എന്താണ് ക്ഷീരോദ കഷായ വിഷ്ണുവിന്റെ എക്സ്പാൻഷൻസ് ആണ് ബ്രഹ്മ വിഷ്ണു ശിവൻ പറഞ്ഞില്ലേ? അല്ലല്ല, ക്ഷീരോദായ വിഷ്ണുവിന്റെ കൂടെയുള്ള രണ്ട് പേരാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വര. ബ്രഹ്മാവ് സെക്കൻഡറി ക്രിയേഷൻ ചെയ്യുന്നു. ആ ബ്രഹ്മാവിന്റെ നെറ്റിയിൽ നിന്നാണ് രുദ്രൻ ജനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവർ മൂന്നുപേരും ഗുണാവതാരങ്ങള്. പക്ഷെ ശിവന്റെ ഒറിജിനൽ സദാശിവൻ. ആ സദാശിവൻ 4 ഫോമാണ്. വിഷ്ണു പോലെ തന്നെയാണ് സദാശിവൻ ഒറിജിനൽ. അപ്പൊ ആ സദാശിവൻ മഹാവിഷ്ണുവിന്റെ എക്സ്പാൻഷനാണ്. ആ മഹാവിഷ്ണു മെറ്റീരിയൽ പ്രധാനത്തില് ഗ്ലാൻസ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ വേൾഡില് എല്ലാ ലിവിങ് ഇംപ്രഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കടാക്ഷം, ആ ദൃഷ്ടിയെ കൊണ്ടുപോകുന്നത് ശിവനാശം, സദാശിവന്റെ എക്സ്പാൻഷൻ. സദാശിവൻ വൈകുണ്ഠത്തിൽ അവിടെയാണ്, അതിന്റെ രണ്ടിലാണ്. അപ്പോ ആ സദാശിവൻ ഇവിടെ മെറ്റീരിയൽ വേൾഡ് വരുമ്പോ ശിവനായിട്ടോ രുദ്രനായിട്ടോ ശംഭുവായിട്ടോ നമ്മൾ കണക്കുന്നു. ആ ശിവൻ ഇവിടെ മെറ്റീരിയൽ വേൾഡിലെ എലിമെന്റ്സ് ആയിട്ട് സ്പർശിക്കുമ്പോൾ ചെറിയൊരു തോതില് ഒരു അറ്റാച്ച്മെന്റ് വരുന്നു. നേരെ മറിച്ച് ഭഗവാൻ വിഷ്ണുവിന് അറ്റാച്ച്മെന്റ് വരുന്നില്ല, സ്പർശിച്ചാലും സ്പർശിക്കും. പക്ഷെ ശിവൻ ഇവിടെ മെറ്റീരിയൽ മോഡ്സ് ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ചെറിയൊരു ഇത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ മൂന്ന് പേരും ഗുണാവതാരങ്ങളാണ്. അതില് ബ്രഹ്മാവ് ജീവതത്വ, ശിവൻ ശിവതത്വമാണ്, സെപ്പറേറ്റ് തത്വം തന്നെയാണ്. പിന്നെ വിഷ്ണു തത്വം. വിഷ്ണു മെയിൻ്റനൻസ് എടുക്കുന്നു, ബ്രഹ്മാവ് സെക്കൻഡറി ക്രിയേഷൻ എടുക്കുന്നു, ശിവൻ ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ അനിഹിലേഷൻ എടുക്കുന്നു. അപ്പോ ഭഗവാന്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ ബൽറാമാണ്. ഭഗവാൻ ഫസ്റ്റ് എക്സ്പാൻഷൻ എന്നാണ് ബാക്കിയെല്ലാം, ബൽറാം എന്നാണ് ബാക്കിയെല്ലാം. അപ്പോ ഭഗവാൻ ബൽറാമായിട്ട് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും ബൽറാമിന് കൊടുത്തു. ഭഗവാൻ തന്റെ കാര്യങ്ങളെല്ലാം എവിടെ ഗോലോകത്തില് അദ്ദേഹം ടോട്ടലി ഇതെല്ലാം മറന്ന് ഈ സൃഷ്ടി കാര്യങ്ങളെല്ലാം ബലറാമിനെ ഏൽപ്പിച്ച് അദ്ദേഹത്തിന്റെ ആസ്വാദനത്തിന് അവിടെ ഗോലോകത്തിൽ നിന്നു. പക്ഷെ സ്വയം ഭഗവാൻ വരുന്നുണ്ടോ? ഇല്ലേ? ഉണ്ട്. സ്വയം ഭഗവാൻ ഇവിടെ ഈ ഭൗതിക ലോകത്തില് ബ്രഹ്മാവിന്റെ കൽപ്പത്തില് ഒരു പ്രാവശ്യം വരുന്നുണ്ട്. സ്വയം ഭഗവാൻ, സ്വയം രൂപ ഭഗവാൻ കൽപ്പത്തിൽ ഒരു പ്രാവശ്യം. ബാക്കി വരുന്നതെല്ലാം ഭഗവാന്റെ എക്സ്പാൻഷൻ. പിന്നെ ഈ ക്ഷീരോദായ വിഷ്ണുവിന്റെ ത്രൂ ആണ് എല്ലാ അവതാരങ്ങളും ഇവിടെ ഭൂമിയിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് വരുന്നത്. അപ്പോ മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ അതൊക്കെ പറഞ്ഞില്ലേ? ഇവരെല്ലാം ആരുടെ എക്സ്പാൻഷനാണ്? ക്ഷീരോദായ വിഷ്ണു. അവിടുന്നാണ് ഈ എല്ലാ അവതാരങ്ങളും ഈ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഒരു ബ്രീഫായിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞത് മാത്രം. സോ അപ്പൊ ഇവിടെ പറയുന്നത് this verse is similar to text 20, wherein the poet instructs his mind, his tongue, his head, and other parts of his body to serve the Lord with full reverent devotion. Here King Kulashekara also refers as some succinct reasons why the Lord is worshipable. He is no mortal being, but rather the inconceivable Mahavishnu. ഇവിടെ കുലശേഖർ ആൾവാർ ഏത് വിഷ്ണുവിനാണ് റിഫർ ചെയ്യുന്നത്? മഹാവിഷ്ണു. ഓക്കെ, ആ മഹാവിഷ്ണു ആരാണ്? ഭഗവാൻ കൃഷ്ണന്റെ റിലേഷൻഷിപ്പില് ഏതേച്ചാംശ കലാപുംസ അസ്തു ഭഗവാൻ സ്വയം. അപ്പോ
ഏതേച്ച അംശ കല പുംസ. പുംസ എന്ന് പറഞ്ഞ ആരാണ്? പുരുഷാവതാരങ്ങള്. പുരുഷൻ. പുംസ എന്ന് പുരുഷൻ. ആ പുരുഷാവതാരങ്ങളുടെ കലയും അംശങ്ങളാണ് ബാക്കി ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ള ഈ അവതാരങ്ങളെന്ന് സൂത ഗോസ്വാമി പറഞ്ഞു കൊടുക്കുകയാണ് ശൗനകാദി ഋഷികൾക്ക്. അപ്പോൾ 10-22 10-18 അവതാരങ്ങൾ പറഞ്ഞ ശേഷം കൃഷ്ണന്റെ അത് വന്നപ്പോ അദ്ദേഹം പറയുന്നത് ഏതേച്ച അംശ കല പുംസ കൃഷ്ണാസ്തു ഭഗവാൻ. ഈ കൃഷ്ണൻ ആരാണ്? സ്വയം ഭഗവാനാണ്. ബാക്കി എല്ലാവരും ഇത്രയും പറഞ്ഞിട്ടുള്ള അവതാരങ്ങളെ എന്താണ്? ഏതേച്ച, അതായത് ഈ പറഞ്ഞതെല്ലാം കല പുംസ, പോർഷൻ ഓഫ് ദ പോർഷൻസ് ഓഫ് പുംസ. ഏത് പുംസ? മഹാവിഷ്ണു, പുരുഷ മഹാവിഷ്ണു. അപ്പൊ ആ മഹാവിഷ്ണുവിനെയാണ് ഇവിടെ ആര്? കുലശേഖര ആൾവാർ പറയുന്നത് ആ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കാൻ വേണ്ടിയിട്ട്. ആ മഹാവിഷ്ണുവിന്റെ സോഴ്സ് ആരാണ്? കൃഷ്ണനാണ്. ഭാഗവതം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു അല്ലേ? കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. ആ കൃഷ്ണന്റെ പോർഷന്റെ എക്സ്പാൻഷൻ അങ്ങനെ എന്നിട്ടാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ എന്ന് പറയുമ്പോൾ ആരാണ്? മഹാവിഷ്ണുവാണ്. കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത് മഹാവിഷ്ണുവിന്റെ ശ്വാസത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ആരാണ് പ്രപഞ്ചനാഥൻ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് മഹാവിഷ്ണു. ശരിയാണ്. പക്ഷെ ആ മഹാവിഷ്ണുവിന്റെ സോഴ്സ് കൃഷ്ണനാണെന്ന് ആർക്കും അറിയുന്നില്ല. എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് ആ മഹാവിഷ്ണുവിന്റെ എക്സ്പാൻഷനാണ് കൃഷ്ണൻ. ഇവിടെ ലീല കളിക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു കൃഷ്ണൻ രൂപമെടുത്തിട്ട് വരുന്നു എന്നുള്ളതാണ് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കുന്നില്ല. ഫസ്റ്റ് കൃഷ്ണനാണ്, പിന്നെ ബലറാം, ചതുർവ്യൂഹ, പിന്നെ നാരായണൻ, പിന്നെ ചതുർവ്യൂഹ. ആ ചതുർവ്യൂഹത്തിന്റെ മഹാസംഘർഷം നിന്നാണ് മഹാവിഷ്ണു വരുന്നതെന്നുള്ള ഇത് ആരും അറിയുന്നില്ല. അത് ഭാഗവതം അങ്ങനത്തെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ആചാര്യന്മാരുടെ കൃപാകടാക്ഷം കൊണ്ട് മാത്രമേ ഇത് അറിയാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ പറയുന്ന ആരാണോ ഈശ്വരൻ? മഹാവിഷ്ണു. യെസ്, 100% മഹാവിഷ്ണുവിന്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ, ഈ ഭൗതിക ലോകത്തിന്റെ ഉത്ഭവം തന്നെ മഹാവിഷ്ണു എന്നാണ് വരുന്നത്. ആ മഹാവിഷ്ണു ഭഗവാന്റെ എക്സ്പാൻഷൻ. അപ്പോൾ നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യെസ് മാതാജി, ക്ലിയർ ആയോ? ഓക്കെ. ലോർഡ് ശേഷ ഈസ് ഹിംസെൽഫ് ദ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ദ യൂണിവേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനന്തശേഷന്റെ ഫുഡ്സിലാണ് ഈ എല്ലാ യൂണിവേഴ്സസും റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് മഹാവിഷ്ണു ഇസ് ഓംനിപൊട്ടന്റ് സോഴ്സ് ഓഫ് ഓൾ ക്രിയേഷൻ. യെസ്, ഹി ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ക്രിയേഷൻ. അദ്ദേഹത്തിന്റെ ബ്രീതിങ് എന്നാണ്. വെൻ ഹി ബ്രീത്ത്സ് ഔട്ട്, ഓൾ ദ യൂണിവേഴ്സസ് ആർ getting manifested. Supreme absolute truth is complete along with his personal energies. അപ്പോൾ ബ്രഹ്മൻ, പരബ്രഹ്മൻ, സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത്, പരമസത്യം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കല്ല. അദ്ദേഹത്തിന്റെ എല്ലാ ശക്തിയും, സൃഷ്ടിയും, ഡിവോട്ടീസിനും, പ്രകൃതിയും, ഇതെല്ലാം കൂടിയതാണ് സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത്. നമ്മള് ഭഗവാൻ മാത്രമല്ല, ഭഗവാന്റെ എല്ലാ പരഫാനലിയും കൂടും. ഭഗവാന്റെ ധാം വരും, ഭഗവാന്റെ സൃഷ്ടി എല്ലാം വരും, ഭഗവാന്റെ ഡിവോട്ടീസ് വരും, ഭഗവാന്റെ ലീലകൾ വരും. ഇതെല്ലാം കൂടിയതാണ് ബ്രഹ്മൻ. സോ സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് കംപ്ലീറ്റ് അലോങ് വിത്ത് ഹിസ് പേഴ്സണൽ എനർജീസ്. എല്ലാ ശക്തിയുണ്ട്. അന്തരാംഗ ശക്തി, ബഹിരാംഗ ശക്തി, തടാസ ശക്തി, ഇതെല്ലാം അതിൽ കൂടും. ഹു സെർവ് ആൻഡ് വർഷിപ്പ്. അപ്പൊ ഈ എനർജികളെല്ലാം എന്താണ് ചെയ്യുന്നത്? ഭഗവാനെ സേവിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ഇപ്പം ഞാൻ പറയുന്ന പോലെ, ഇപ്പം എനിക്ക് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ കുറച്ച് സെർവൻസിനെ വെക്കുകയാണ്. അപ്പം അവരുടെ ധർമ്മം എന്താണ്? എൻ്റെ ആഗ്രഹപ്രകാരം എന്നെ സേവിക്കുക അല്ലേ? അതേപോലെ ഭഗവാന്റെ എക്സ്പാൻഷൻസ്, ഭഗവാന്റെ പോർഷൻസ്, നമ്മളെല്ലാം ഭഗവാന്റെ പാർട്സ് ആൻഡ് പാർസലാണ്. ഓക്കെ. ഭഗവാന്റെ ഇച്ഛാനുസരണം നമ്മൾ ഭഗവാനെ സേവിക്കണം. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ നമ്മൾ സ്വന്തം നമ്മളെ സേവിക്കുന്നു, നമ്മുടെ ഇന്ദ്രിയങ്ങളെ സേവിക്കുന്നു, ഭഗവാനെ മറന്നിട്ട്. So just as a king is complete only when he interacts with his loving subjects, so the Parabrahman is complete along with his worshippers. ഒരു രാജാവ്
ഒറ്റയ്ക്ക് കംപ്ലീറ്റ് അല്ല. രാജാവ് തൻ്റെ പാരഫെനാലിയ, തൻ്റെ മിനിസ്റ്റേഴ്സ്, തൻ്റെ സെക്രട്ടറീസ്, തൻ്റെ കിങ്കരന്മാരൊക്കെ കൂടിയുമ്പോഴാണ്, തൻ്റെ സബ്ജക്റ്റ് എല്ലാം കൂടുമ്പോൾ രാജാവ് കംപ്ലീറ്റ് ആവുന്നത്. അതേപോലെ പരബ്രഹ്മൻ ഇസ് കംപ്ലീറ്റ് അലോങ് വിത്ത് ഹിസ് വർഷിപ്പേഴ്സ്. ശ്രീകൃഷ്ണന്റെ വലത് സൈഡിൽ നിന്ന് ആരാണ് വന്നത്? ബലറാം. ഇടത് സൈഡിൽ നിന്ന് ആരാ വന്നത്? രാധാറാണിയാണോ? രാധാറാണി. So, and the devotees are fully satisfied only when rendering devotional service to the Lord. ഭക്തന്മാർക്ക് എപ്പോഴാണ് സംതൃപ്തി വരിക? ഭഗവാനെ സേവിക്കുമ്പോൾ. ഓക്കെ, എങ്ങനെ സേവിക്കുമ്പോൾ? സിൻസിയർലി. ഒരു അമ്മയ്ക്ക് എപ്പോഴാണ് സന്തോഷം വരിക? തൻ്റെ കുട്ടിയെ നന്നായിട്ട് നോക്കി പരിപാലനം ചെയ്യുമ്പോൾ അല്ലേ? അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു കണ്ടെയ്ൻമെന്റ്, ഒരു സാറ്റിസ്ഫാക്ഷൻ. അതേപോലെ ഇവിടെ ഭഗവാനും അതേപോലെയാണ്. ഭഗവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. And the devotees are fully satisfied only when rendering devotional service to the Lord. Throughout his prayers, King Kulashekara advocates the relationship of the eternal servant with his eternal Lord. നമ്മളെല്ലാം എറ്റേണൽ സെർവൻ്റ് ആണ് ഭഗവാന്റെ. നമ്മളുടെ സേവനം ഭഗവാന് വേണ്ടി മാത്രമായിരിക്കണം, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കായിരിക്കരുത്. He never suggests that the living entity can become one in all respects with the Supreme, or that both the servants and the Lord will ultimately lose their identity in impersonal Brahman. ഒരിക്കലും അവിടെ കുലശേഖർ ആൾവാർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, നെവർ സജസ്റ്റ് ദാറ്റ് ദ ലിവിങ് എൻറ്റിറ്റീസ് ക്യാൻ ബിക്കം വൺ ഇൻ ഓൾ റെസ്പെക്ട്സ് വിത്ത് ദ സുപ്രീം. ഭഗവാന് ഈക്വൽ ആയിട്ട് ഒരിക്കലും നമ്മളെ കാണാൻ പാടില്ല. നമ്മൾ ഇൻഫിനിറ്റിസിമൽ ആണ്, ഭഗവാൻ ഇൻഫിനിറ്റ് ആണ്. ഭഗവാൻ മാസ്റ്ററാണ്, നമ്മൾ സെർവൻ്റ് ആണ്. ഭഗവാൻ ഫുള്ളാണ്, നമ്മൾ പാർട്ടാണ്. So the impersonal theory of the absolute is an interpretive one. ഒരു ഇന്റർപ്രിട്ടേഷൻ മാത്രമാണ് ഇംപേഴ്സണൽ തിയറി. ഒരു റോങ് ഇന്റർപ്രിട്ടേഷൻ, മിസ് ഇന്റർപ്രിട്ടേഷൻ, ആൻഡ് ഡസ് നോട്ട് കം ഡയറക്ട്ലി ഫ്രം ദ വേദിക്. അപ്പോൾ ഇത് വേദിക് ലിറ്ററേച്ചർ ഡയറക്റ്റ് വരുന്നില്ല. പല ആൾക്കാരുടെയും റോങ് മിസ്കൺസെപ്ഷൻ ഓർ മിസ് ഇന്റർപ്രിട്ടേഷൻ. ദ വേദാസ് പെർസണിഫൈഡ് മേക്ക് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ശ്രീമദ് ഭാഗവതം 10.87.30. अपरिमिता ध्रुवस्तनुभृतो यदि सर्वगदास् तर्हि न शास्यतेति नियमो ध्रुवनेतरथा अजनिचयन्मयं तद् अविमुच्य नियन्तिर्भवेत् समम् अनुजानतं यद् अमदं मता दुष्टतया. O Supreme Eternal, if the embodied living entities were eternal and all-pervading like you, then they would not be under your control. അപ്പൊ എന്താണ് കുലശേഖർ ആൾ പറയുന്നത്? നമ്മളെല്ലാവരും എംബോഡിഡ് ലിവിങ് എൻറ്റിറ്റീസ്, ബദ്ധാത്മാക്കള്, ഓക്കെ, ഭഗവാനെ പോലെയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഭഗവാന്റെ കൺട്രോളിൽ നമ്മളെങ്ങനെ വരിക? നമ്മൾ ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, ഒരു 4-5 ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാം ഈക്വൽ ആണ്. ഒരാളുടെ കീഴിൽ വരില്ല അല്ലേ? മാസ്റ്ററും സെർവൻ്റാണ് കീഴിൽ വരുള്ളൂ. മാസ്റ്റർ കൺട്രോൾ ചെയ്യുന്നു സെർവൻറ്റിനെ. അപ്പോൾ അതാണ് കുലശേഖർ പറയുന്നത്, എല്ലാ ഈ ബദ്ധാത്മാക്കളും എറ്റേണൽ ആണ്. അതേപോലെ ഭഗവാനെ പോലെ ഓൾ പെർവേഡിങ് ആണെങ്കിൽ എങ്ങനെയാണ് അവരെല്ലാം അങ്ങയുടെ കീഴിൽ വരുന്നത്? ബട്ട് ഇഫ് ദ ലിവിങ് എൻറ്റിറ്റീസ് ആർ അക്സെപ്റ്റഡ് ആസ് മൈന്യൂട്ട് എനർജീസ് ഓഫ് യുവർ ലോർഡ്ഷിപ്പ്, ദെൻ ദേ ആർ അറ്റ് വൺസ് സബ്ജക്ട് ടു യുവർ സുപ്രീം കൺട്രോൾ. അതേസമയം തന്നെ ഈ ലിവിങ് എൻറ്റിറ്റീസിനെ, ജീവാത്മാക്കളെ മൈന്യൂട്ട് എനർജി ആയിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാം അങ്ങയുടെ അധീനത്തിൽ വരുന്നു. Therefore, real liberation entails surrender by the living entities to your control, and that surrender will make them happy. അപ്പോൾ ശരിക്കും നമുക്ക് മുക്തി വേണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ ആശ്രയിക്കണം, ഭഗവാനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സമർപ്പണം ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക്
എന്ത് സന്തോഷം ഉണ്ടാവുള്ളൂ. In that constitutional position only can they be controllers. Therefore, men with limited knowledge who advocate the monistic theory that God and the living entities are equal in all respect are actually misleading themselves and others. അപ്പോൾ ഏതൊരു വ്യക്തിയാണ് ഈ മോണിസ്റ്റിക് തിയറി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അവരെയും മറ്റുള്ളവരെയും കൺഫ്യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. രണ്ടു കൂട്ടരെയും അവർ കൺഫ്യൂസ് ചെയ്യുന്നു. അപ്പൊ എന്താണ് മോണിസ്റ്റിക് തിയറി? എന്താണ് മോണിസ്റ്റിക് തിയറി? സ്മിത മാതാജി ഇത് മ്യൂട്ടാണ്. ഈശ്വരനും എല്ലാവരും ഒന്നാണ് എന്ന് പറഞ്ഞു. ആ, എല്ലാവരും ഒന്നാണ്, ഞാനും ഈശ്വരനൊക്കെ ഒന്നാണ്. ആ തിയറി ആരവിടെ അനോട്ടേറ്റ് ചെയ്യുന്ന? ഓക്കെ, അത് ബൈ മിസ്റ്റേക്ക് ആയതാണെങ്കിൽ ഒന്ന് റബ്ബ് ചെയ്താൽ മതി. ഒരു മിനിറ്റ്, എവിടെ ഇത് റബ്ബർ എവിടെ? ഓക്കെ, ചെയ്തു. ഒരു മിനിറ്റ്. ഓക്കെ, സോ എവിടെ എത്തി നമ്മള്? മോണിസ്റ്റിക് തിയറി അല്ലേ? പ്രഭു സോറി കേട്ടോ, അതിന്റെ കയ്യിൽ നിന്ന് എന്തിലേക്കോ പോയി. ഓക്കെ, സോ എവിടെ നമ്മൾ വായിച്ചത്? മോണിസ്റ്റിക് തിയറി that God and living entities are equal in all respects are actually misleading themselves and others. Worship of the Supreme Lord is auspicious and purifying. It clears all dirt from our heart, including the illusion that we are the prime mover in our world and the center of enjoyment. അപ്പൊ നമ്മൾക്കൊരു തെറ്റിദ്ധാരണ, ഈ ഇതെല്ലാം നമ്മളുടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ്. വി ആർ ദ സെന്റർ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, നമ്മളാണ് ഫോക്കൽ പോയിന്റ്, നമ്മളാണ് സെൻട്രൽ പോയിന്റ്. ഇങ്ങനൊരു തെറ്റിദ്ധാരണയുണ്ട്. സോ ടു വർഷിപ്പ് someone or something greater than ourselves is natural. അല്ലേ? നമ്മളെക്കാളും കൂടുതൽ ബുദ്ധി, നമ്മളെക്കാളും കൂടുതൽ സൗന്ദര്യം, നമ്മളെക്കാളും കൂടുതൽ ധനം, നമ്മളെക്കാളും കൂടുതൽ അറിവ്, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ നാച്ചുറലി നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടും. അല്ലേ? അട്രാക്ഷൻ അങ്ങനെയാണല്ലോ വരുന്നത്. നമുക്ക് ഇല്ലാത്തത് വേറെ വല്ലവർക്കും ഉണ്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ അത് മനുഷ്യ സഹജമാണ്. ടു വർഷിപ്പ് someone or something greater than ourselves is natural. But we often mistake a great person or demigod as the proper object of worship. ആ ഒരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഇദ്ദേഹം ഭഗവാനാണ്. ഒരു തെറ്റ്. ഭഗവാൻ ആരാണെന്ന്, ഭഗവാന്റെ ലക്ഷണം എന്താണെന്ന് നമുക്ക് ശാസ്ത്രത്തിലെ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിലും പറഞ്ഞു തരുന്നുണ്ട്. ഏതെങ്കിലും ഒരു നമുക്ക് ചെയ്യാൻ പറ്റാത്ത, നമ്മളെക്കാളും കൂടുതൽ കഴിവ്, എന്തെങ്കിലും തരത്തിൽ കഴിവുള്ള ഒരാളെ ഭഗവാൻ ആക്കുന്നത് തെറ്റാണ്. അത് ഒഫെൻസീവാണ്. അതാണ് നമ്മൾ ചെയ്യുന്ന വലിയത്. അപ്പോൾ ആരാണ് ഭഗവാൻ, അത് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഗുരു സാധു ശാസ്ത്രത്തിനെ ഫോളോ ചെയ്യണം. അല്ലാണ്ട് എന്തെങ്കിലും ഒരാൾക്ക് ഒരു മാജിക് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ഹിപ്നോട്ടിസ് ചെയ്യാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിൽ നടക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ കയ്യ് 45 കൊല്ലം 50 കൊല്ലം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കഴിവുണ്ട്, അല്ലെങ്കിൽ വേറെ വല്ലതും ചെയ്യാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് അവർ ഭഗവാനാവുന്നില്ല. ആ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ കൂടുതൽ ആൾക്കാർക്കും. അതിലും ഭഗവാനോട്ടോ അയാൾ എന്തൊക്കെയാ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് മിസ്റ്റിക് പവറുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊക്കെ സിദ്ധിയാണ്, മെറ്റീരിയൽ സിദ്ധിയാണ്. അതുകൊണ്ട് അവർ ഭഗവാനാവുന്നില്ല. ആകാശത്ത് നിന്ന് ഭസ്മം എടുത്തു, ആകാശത്ത് നിന്ന് സ്വർണ്ണം എടുത്തു, അല്ലെങ്കിൽ മോതിരം എടുത്തു, അല്ലെങ്കിൽ ആപ്പിൾ എടുത്തു, അതുകൊണ്ടൊന്നും ഭഗവാനാവുന്നില്ല. മജീഷ്യൻസും ചെയ്യും. ഓക്കെ, ഒരു ബാബ
ഒരു ബാബയുടെ അടുത്ത് PC സർക്കാർ പോയി. പിന്നെ വളരെ ഫേമസ് ആണ് PC സർക്കാർ, മജീഷ്യൻ, ബംഗാളിൽ നിന്ന് വളരെ ഫേമസ് ആണ്. അപ്പൊ അദ്ദേഹം ആ ബാബയുടെ അടുത്ത് പോയി. അപ്പൊ ബാബ എന്താ ഒരു ലഡ്ഡു കൊടുത്തു. ഏതൊരു ബാബ ഇതേപോലെ ഒരു ലഡ്ഡു എന്താണ്, അപ്പോൾ എവിടുന്ന് അങ്ങനെ ആകാശത്തിലാക്കി ലഡ്ഡു കൊടുത്തു. അപ്പൊ PC സർക്കാർ എന്ന് പറഞ്ഞു, ഓ അങ്ങക്ക് അറിയില്ലേ, എനിക്ക് ലഡ്ഡു അല്ല, എനിക്ക് രസഗുള്ളയാണ് ഇഷ്ടം പറഞ്ഞിട്ട് ആ ലഡ്ഡുവിനെ അദ്ദേഹം രസഗുള്ളയാക്കി. PC സർക്കാർ. അപ്പൊ ബാബയെക്കാട്ടിലും ബാബ സ്വയം ഭഗവാനായിട്ട് പറയുന്ന ആൾക്കാർ ഭഗവാനാണെന്ന് പറയുന്ന ആൾക്കാരാണ്. ഏത് ബാബ എനിക്കറിയില്ല കേട്ടോ, ഏതൊരു ബാബ. അപ്പോ അദ്ദേഹം ആ ലഡുവിനെ രസഗുള്ളയാക്കി. അപ്പൊ ഇദ്ദേഹം ആകെ ആശ്ചര്യപ്പെട്ടു. അതാണ്. അപ്പൊ ഈ മിസ്റ്റിക് പവറും മാജിക്കും കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊന്നും ഭഗവാനാവുന്നില്ല. ഓക്കെ, അങ്ങനെ ഭഗവാനാണ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവർദ്ധൻ പർവ്വതം പൊന്തിച്ച പോലെ പൊന്തിക്കട്ടെ, അങ്ങനെ വലിയ വലിയ ഹിമാലയങ്ങളൊക്കെ പൊന്തിക്കട്ടെ, ദെൻ വി ക്യാൻ സ്റ്റിൽ അക്സെപ്റ്റ്. പക്ഷെ അതുകൊണ്ട് ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത്, ഗുരു സാധു ശാസ്ത്രം എന്താണ് പറയുന്നത്, ഈ ഭഗവാൻ ആകാനുള്ള ചില ക്രൈറ്റീരിയ ഉണ്ട്, ഭഗവാന്റെ ചില ക്രൈറ്റീരിയ ഉണ്ട്, അത് മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പലതും കാണിക്കും, പല മിസ്റ്റേക്ക് ഇതും കാണിക്കുന്നുണ്ട്, പക്ഷെ അവരൊന്നും ഭഗവാനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. And in this verse, King Kulashekara reiterates this point by stating that the lotus-eyed Supreme Lord is the topmost deity. For universal management, Lord Krishna expands into many Vishnu forms. For universal management, Lord Krishna expands into many Vishnu forms and empowers millions of demigods. For Lord Krishna expands. Mahavishnu, Garbhasaya Vishnu and Shirasaya Vishnu. And ഒരുപാട് ഡെമിഗോഡ്സും എംപവർ ചെയ്യുന്നു ആ വിഷ്ണു. There are innumerable deities or Ishwaras, controllers, but the Supreme Personality of Godhead is topmost controller. ഒരുപാട് ഈശ്വരന്മാരുണ്ട്, നമ്മളൊക്കെ ഈശ്വരന്മാരാ ഇൻ എ മൈന്യൂട്ട് ലെവൽ, അല്ലേ? നമ്മൾ ഒരു വീട് ഭരിക്കുന്നു, ഒരു ഓഫീസ് ഭരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സമുദായം, ഒരു സൊസൈറ്റി ഭരിക്കുന്നു, ഒക്കെ നമ്മൾ കൺട്രോളറാണ്. ഈശ്വര മീൻസ് കൺട്രോളർ. പക്ഷെ പരമ ഈശ്വരൻ, സുപ്രീം കൺട്രോളർ ഒന്നേ ഉള്ളൂ, അത് ഭഗവാൻ കൃഷ്ണൻ. King Kulashekara's prayer calls to mind similar prayers in the Srimad Bhagavatam and other Vedic Shastras uttered by devotees who attained the direct vision, darshana of the Supreme Personality of Godhead. The pure devotees always receive the darshana of the Lord in a mood of worshipful ecstasy. They never consider him an ordinary human being of this universe, nor do they seek to lose their identities and merge into the impersonal effulgence. ഒരിക്കലും അവർ ഈ ഭഗവാനെ, കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ ഒരു സാധാരണ വ്യക്തിയായിട്ട് കാണില്ല. ഒരിക്കലും അവരുടെ ഐഡന്റിറ്റി, അസ്തിത്വം അവർ കളഞ്ഞു കുളിക്കുന്നില്ല ഭഗവാനിലേക്ക് ലയിച്ചിട്ട്. The devotional sentiments, such exalted Vaishnavas express, evince the natural awakening of the soul as it comes into the presence of the Lord. The soul becomes humbled and purified and worships his beloved Lord with eloquent praises. In reciprocation, the Lord bestows his mercy upon his devotees. So, ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം, ഭഗവാന്റെ ദയാദാക്ഷിണ്യം, ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ ഭക്തന്മാർക്ക് കിട്ടുന്നു. എന്തിനാണ് ആഗ്രഹം? തിരിച്ച് ഭഗവാനിലേക്ക് പോകാനുള്ളത്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ കൂടുതൽ കംഫർട്ടബിൾ സിറ്റുവേഷൻ ഉണ്ടാക്കി തരല്ല ഭഗവാൻ ചെയ്യുന്നത്. നമ്മളുടെ തലയിൽ ഇപ്പൊ ഭഗവാൻ നമ്മുടെ തലയിൽ ഒരുപാട് ഭാരമുണ്ട്, ആ ഭാരത്തിനെ ഇറക്കി വെക്കാനാണ് നമ്മുടെ തലയിൽ കൂടുതൽ ഭാരം തരല്ല ചെയ്യുന്നത്. അപ്പൊ ഭൗതിക ലോകത്തിൽ കൂടുതൽ ഫെസിലിറ്റീസ് തരാന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ കൂടുതൽ ഭാരം കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ആ ഭാരം ഇറക്കി വെക്കുകയാണ് ഭഗവാന്റെ പണി. ഗോപികമാര് തലയില് തൈരും എണ്ണയൊക്കെ എടുത്ത് കൊണ്ടുവന്ന സമയത്ത് എന്തോ കാര്യത്തിൽ താഴെ ഇറക്കി. അപ്പൊ പറഞ്ഞു ഇതൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഭാരം
തലയിൽ വെക്കാനല്ല, ഭാരം ഇറക്കാനാണ് പറഞ്ഞത്. അതേപോലെയാണ്. So in this prayer, King Kulashekara speaks of the Sat Siddhi or permanent achievement awarded by the Supreme. എന്താണ് permanent achievement? Going back to Godhead. തിരിച്ച് ഭഗവതാമിൽ പോവുക, അല്ലേ? നമ്മുടെ ശരിക്കുള്ള വീട്ടിലേക്ക് പോവുക. ഇപ്പൊ നമ്മൾ വാടക വീട്ടിലാണ്. ഈ ശരീരം വാടക വീടാണ്. നമ്മൾ താമസിക്കുന്ന ആ വീടും വാടക വീടാണ്. നമ്മുടെ കൂടെ വരില്ല. നമ്മൾ ഓണർഷിപ്പാണ്, എൻ്റെ സ്വന്തം വീടാണ്, എൻ്റെ പേരിൽ രജിസ്ട്രേഷൻ കൊണ്ട് പറഞ്ഞാലും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലേ? ഈ ശരീരം നമ്മളുടെ വാടകയ്ക്ക് എടുത്താണ്, അധികാരം ഉണ്ടാവില്ല. ഈ വീടും അധികാരം ഉണ്ടാവില്ല. So this refers to the personal liberation of going back to Godhead. The jivas are qualitatively one with Krishna, and when they come together with him, a natural attraction occurs. The devotee then wants to use all his faculties to worship the Supreme Lord, who is auspicious to worship and inconceivably great. As great as he is, however, he doesn't force reciprocation. അപ്പോൾ ആ ഒരു ഇത് മാത്രം ഭഗവാൻ ഒരിക്കലും നമ്മളെ ഫോഴ്സ് ചെയ്യില്ല. ഭഗവാൻ ഏത് പരിസ്ഥിതിയിലും നമ്മൾക്കൊപ്പമുണ്ട്, നമ്മളെ റിജക്റ്റ് ചെയ്യില്ല. നമ്മളാണ് ഭഗവാനെ റിജക്റ്റ് ചെയ്യുന്നത്. നമ്മൾ എത്ര തന്നെ ഭഗവാനെ റിജക്റ്റ് ചെയ്താലും ഭഗവാൻ എപ്പോഴും നമ്മളുടെ കൂടെ പരമാത്മാവിന്റെ രൂപത്തിൽ ഉണ്ടായിരിക്കും. ഏത് ജന്മം എടുത്താലും എത്ര ജന്മം എടുത്താലും ഒരിക്കലും നമ്മളെ റിജക്റ്റ് ചെയ്യില്ല. നമ്മളാണ് ഭഗവാനെ റിജക്റ്റ് ചെയ്യുന്നത്. ഭഗവാന്റെ അവിടുന്ന് ദൂരെ ഓടുന്ന ഭഗവാൻ. Krishna makes this clear in Bhagavad Gita 4.11. As they approach me, I reciprocate with them. Yadhamam prapadyante. Thus, it is up to the devotee to choose to serve the Lord out of his own free will. നമ്മളുടെ ആ ഫ്രീഡം, നമ്മുടെ സ്വാതന്ത്ര്യം, അത് നമുക്ക് ഭഗവാനെ ഉപാസിക്കാം, ഉപാസിക്കാതിരിക്കാം. നമ്മുടെ ഫ്രീ വില്ലാണ്. ഭഗവാൻ ഒരിക്കലും കമ്പൽ ചെയ്യില്ല, നമ്മളെ ഫോഴ്സ് ചെയ്യില്ല. This verse is therefore a call to one's free will. It is a prayer to one's own self to not misuse one's God-given faculties, but to engage them in Lord's service and worship. അപ്പോൾ നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളും നമ്മളുടെ ശരീരവും എല്ലാം ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഇതെല്ലാം തന്നിരിക്കുന്നത്. Because Krishna is supremely independent and we are part and parcel of him, we have minute free will. ഭഗവാന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഭഗവാന്റെ അംശങ്ങളായതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ തന്നിട്ടുണ്ട്, ഫ്രീ വിൽ. And so the all important decision is in our hands. As Prabhupada would say, man is the architect of his own fortune. നമ്മളാണ് നമ്മുടെ ഭാഗ്യത്തിന്റെ architect. Man is the architect of his own fortune. Hearing the prayers of King Kulashekara inspires us to use our free will properly. ഈ പ്രയർ കേൾക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ആ സ്വാതന്ത്ര്യം, മൈന്യൂട്ടായിട്ടുള്ള സ്വാതന്ത്ര്യം ഭഗവാന്റെ സേവനത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ ഒരു ഇൻസ്പിറേഷൻ ആവും എന്നാണ് ഇവിടെ പർപ്പോട്ടിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. സോ വാഞ്ച കൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. आनंद कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे. हरि हरि बोल.